ഇറാന്റെ IRGC റവല്യൂഷണറി ഗാർഡ് ഇന്ന് ഗുരുതരമായ രണ്ട് പ്രസ്താവനകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി ഭീഷണിയിലുള്ള പല പ്രസ്താവനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ ഇപ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് തന്നെ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, നഹ്നു റിജാലുൽ ഹർബ് വസതുശാഹിദൂന ഖുവതന ഫി മൈദാനിൽ മഅറക വലൈസ ഫിൽ ബയാനാത്തിൽ ജൗഫാ വസഫഹാത്തിത് തവാസുലിൽ ഇസ്തിമാഇ. ഈ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ശക്തി അത് പോർക്കളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യുദ്ധം ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ പോർക്കളത്തിൽ ഞങ്ങളുടെ ശക്തി എന്തെന്ന് നിങ്ങൾക്ക് കാണാം. വലൈസഫിൽ ബയാനാത്തിൽ ജൗഫ, കേവലം പൊള്ളയായ ചില സ്റ്റേറ്റ്മെന്റുകളിലല്ല, അത് ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ബസഫഹാത്തി തവാസുലിൽ ഇസ്തിമായി, സോഷ്യൽ മീഡിയ പേജുകളിലുമല്ല ഞങ്ങളുടെ ശക്തി ഉണ്ടാവുന്നത് പോർക്കളത്തിലായിരിക്കും. അത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നത്, ഇദാ തകററൽ ഉദ്വാനു അലാ ഇറാൻ ഫഇന്നൽ ഹർബൽ ഇഖ്ലിമിയ്യ അല്ലതി തമ്മൽ വഅദു ബിഹാ സതതജാവസു ഹാദിഹിൽ മർറ ഹുദൂദൽ മിൻതഖ. മുമ്പ് റവല്യൂഷണറി ഗാർഡ് പറഞ്ഞിരുന്നത്, അമേരിക്ക യുദ്ധം ചെയ്താൽ അത് പ്രവിശ്യയിൽ വ്യാപിക്കും. യുദ്ധം പ്രവിശ്യയിൽ, അതായത് GCC രാഷ്ട്രങ്ങളിലേക്ക് കൂടെ അത് വ്യാപിക്കും എന്ന ഒരു രീതി ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇനി ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നും പുറത്തേക്ക് പോകും, അത് പ്രവിശ്യയെ വിട്ടുകിടക്കും എന്നാണ് ഇപ്പോൾ IRGC പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഗുരുതരമായ ചില സൂചനകൾ നൽകുന്നുണ്ട്. ഒരു പക്ഷേ തായ്വാനെ ആക്രമിക്കും എന്നാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത് ചൈനയുടെ കൂടെ ആവശ്യമാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് പ്രവിശ്യയെ കടന്ന് മറ്റൊരു വലിയൊരു യുദ്ധത്തിലേക്ക് അത് എത്തിക്കുമെന്ന സൂചനയാണ് അതിൽ നിന്ന് വരുന്നത്. അതല്ലെങ്കിൽ ഉക്രൈനിലേക്ക് അത് കടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഇറാൻ പ്രവിശ്യ വിട്ട് യുദ്ധം ഒന്നുകൂടെ വൈഡാകുമെന്ന് പറഞ്ഞതിന്റെ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം? മറ്റേത് രാഷ്ട്രത്തിലുള്ള അമേരിക്കയുടെ ഫിനാൻഷ്യൽ ഫെസിലിറ്റികൾ അല്ലെങ്കിൽ മിലിറ്ററി ഫെസിലിറ്റികളാണ് ആക്രമിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാൻ, അതുപോലെ തന്നെ തുർക്കിയിൽ നാറ്റോയുടെ സംവിധാനങ്ങളുണ്ട്, പാകിസ്ഥാനിൽ അമേരിക്കയുടെ സംവിധാനങ്ങളുണ്ട്. ഇതിനുള്ള നേരെയുള്ള ആക്രമണമാകാനുള്ള സാധ്യത ഇല്ല. കാരണം തുർക്കിയെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെയോ ഒരിക്കലും ഇറാൻ ആക്രമിക്കാനുള്ള സാഹചര്യം കാണുന്നില്ല. കാരണം ഇസ്രയേലുമായി വലിയ രൂപത്തിൽ ഭിന്നത നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും. മാത്രമല്ല, ഒരിക്കലും ഇറാൻ എതിരായിട്ടുള്ള ഒരു നിലപാടുകൾ ഇതുവരെ ഈ സാഹചര്യങ്ങളിൽ ഈ രണ്ട് രാഷ്ട്രങ്ങളും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാഹചര്യം ഇല്ല. ഈ രണ്ട് രാഷ്ട്രങ്ങളുടെയും ബേസുകളോ സംവിധാനങ്ങളോ ഇറാനെതിരെ ആക്രമിക്കാൻ അമേരിക്കയോ ഇസ്രയേലോ ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത കുറവാണ്. അതേസമയം തായ്വാനെ ആക്രമിക്കുക, ആ തായ്വാനിലുള്ള അമേരിക്കൻ സംവിധാനങ്ങൾ ആക്രമിക്കുക, അത് ചൈനയുടെ ഭാഗത്തുകൂടെ ഇതിന് സപ്പോർട്ട് ഉണ്ടാകും. അത് ചൈനക്ക് തായ്വാനെ അധിനിവേശം നടത്താൻ ഒന്നുകൂടെ സിമ്പിളാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം അതിൽ ഉണ്ടാവുകയില്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ തായ്വാനെ ആക്രമിക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വലിയ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇറാനിൽ നിന്ന് ഏകദേശം 6000 കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മിസൈലുകളെങ്കിലും ഉപയോഗിച്ചെങ്കിൽ മാത്രമേ തായ്വാനെ ആക്രമിക്കാൻ ഇറാന് കഴിയുകയുള്ളൂ. അതുപോലെ ഉക്രൈൻ ആണെങ്കിൽ ഏകദേശം 2000 അല്ലെങ്കിൽ 2500 കിലോമീറ്റർ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഉണ്ടായാൽ തന്നെ ആക്രമിക്കാൻ സാധിക്കും. എന്തായിരുന്നാലും ഇതിൽ എന്താണ് ഇറാൻ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ ഇറാന്റെ IRGCയുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ എന്താണ് എന്ന കാര്യം ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. എന്തായാലും ഈ പ്രവിശ്യയുടെ അപ്പുറത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലുള്ള അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ സംവിധാനങ്ങളെ ആക്രമിക്കും എന്ന് തന്നെയാണ് ഈ പ്രസ്താവനയുടെ ഉദ്ദേശം. അതല്ല ഇനി സോമാലി ലാൻഡിലുള്ള ആക്രമണമാണോ? കാരണം ഇസ്രയേൽ ഇപ്പോൾ സോമാലി ലാൻഡിന് അംഗീകാരം നൽകിയിട്ടുണ്ട്, അവരുടെ എംബസി അവിടെ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങൾ സോമാലി ലാൻഡിൽ ഇപ്പോൾ അവിടെ ബേസും മറ്റു സംവിധാനങ്ങളും ഉണ്ടാക്കാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളെയാണോ ലക്ഷ്യം വെക്കുക എന്നത് ഇതിൽ നമുക്ക് വ്യക്തമായി പറയാൻ ഇപ്പോൾ കഴിയില്ല.